UC റിവർസൈഡിലെ ഭൗതികശാസ്ത്രജ്ഞൻ ഹൈബോയുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ പഠനം 3 അസ്ട്രോഫിസിക്കൽ സമസ്യകൾക്ക് ഉത്തരം നൽകാൻ പുതിയതരം ഡാർക്ക് മാറ്ററിന് കഴിയുമെന്ന് സൂചിപ്പിക്കുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്നാണ് ഡാർക്ക് മാറ്റർ അല്ലെങ്കിൽ ഇരുണ്ട ദ്രവ്യം. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. പ്രപഞ്ചത്തിലെ ദ്രവ്യത്തിന്റെ ഏകദേശം 85% ഡാർക്ക് മാറ്ററാണ്. ഇതിനെ നേരിട്ട് കാണാൻ കഴിയില്ല. സ്റ്റാൻഡേർഡ് മോഡൽ അനുസരിച്ച് ഡാർക്ക് മാറ്റർ തണുത്തതും കൂട്ടിയിടിയില്ലാത്തതുമാണ്. എന്നാൽ ഇത് ചില ഉയർന്ന സാന്ദ്രതയുള്ള ഘടനകളെ വിശദീകരിക്കാൻ പ്രയാസപ്പെടുന്നു. ഹൈബോയുവിന്റെ പഠനം സ്വയം പ്രവർത്തന ഡാർക്ക് മാറ്ററിൽ SIDM ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതിൽ ഡാർക്ക് മാറ്റർ കണങ്ങൾ കൂട്ടിയിടിക്കുകയും ഊർജ്ജം കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നു. ഈ കൂട്ടിയിടികൾ ഗ്രാവിതെർമൽ തകർച്ചയ്ക്ക് കാരണമാവുകയും വളരെ സാന്ദ്രമായ ഒതുങ്ങിയ കോറുകൾ രൂപപ്പെടുത്തുകയും ചെയ്യും. സ്റ്റാൻഡേർഡ് മോഡലിലെ കണങ്ങൾ പരസ്പരം ശ്രദ്ധിക്കാത്തൊരു ജനക്കൂട്ടം പോലെയാണ്. എന്നാൽ SIDMൽ എല്ലാവരും പരസ്പരം കൂട്ടിമുട്ടുന്നു. ഇത് ഡാർക്ക് മാറ്റർ ഹാലോസിന്റെ ആന്തരിക ഘടനയെ നാടകീയമായി മാറ്റുന്നു. സ്വയം പ്രവർത്തന ഡാർക്ക് മാറ്റർ സാന്ദ്രമായി തീരുകയും 1 ദശലക്ഷം സൂര്യന്റെ പിണ്ഡമുള്ള സാന്ദ്രമായ ശേഖരങ്ങളായി മാറുകയും ചെയ്യുന്നു. ഇത് നിരീക്ഷണങ്ങളെ വിശദീകരിക്കാൻ പര്യാപ്തമാണ്. ഈ സാന്ദ്രമായ SIDM ശേഖരങ്ങൾക്ക് ഒരേ സമയം 3 തികച്ചും വ്യത്യസ്തമായ ആസ്ട്രോഫിസിക്കൽ സമസ്യകൾക്ക് ഉത്തരം നൽകാൻ കഴിയും. ദൂരെയുള്ള ഗാലക്സികളിൽ ശക്തമായ മാഗ്നിഫയിംഗ് ഇഫക്റ്റ് വെളിപ്പെടുത്തിയ JVASB 1938+666 എന്ന ഗുരുത്വാകർഷണ ലെൻസ് സിസ്റ്റത്തിലെ ഒരു അതിസാന്ദ്രമായ വസ്തുവിനെ SIDM വിശദീകരിക്കുന്നു. GD1 സ്റ്റെല്ലാർ സ്ട്രീമിലെ വിചിത്രമായ ഒരു അടയാളം അഥവാ ഒരു സ്പർ ആൻഡ് ഗ്യാപ്പ് സവിശേഷത, അദൃശ്യമായ ഒരു ഒതുങ്ങിയ വസ്തു ഈ സ്ട്രീമിലൂടെ കടന്നുപോയതുപോലെ ഒരു ദൃശ്യമായ മുറിവ് അവശേഷിപ്പിച്ചതിനെ SIDM വിശദീകരിക്കുന്നു. ആകാശഗംഗയുടെ ഫോർനാക്സ് ഉപഗ്രഹ ഗാലക്സിയിലെ അസാധാരണമായ നക്ഷത്ര ക്ലസ്റ്ററായ ഫോർനാക്സ് 6നെ SIDM വിശദീകരിക്കുന്നു. സാന്ദ്രമായ ഡാർക്ക് മാറ്റർ ക്ലമ്പ് നക്ഷത്രങ്ങളെ ആകർഷിച്ച് ഒരു ഒതുങ്ങിയ ക്ലസ്റ്ററായി മാറ്റുന്നു. ഈ നിരീക്ഷണങ്ങളുടെ സാന്ദ്രത സ്റ്റാൻഡേർഡ് മോഡൽ ഡാർക്ക് മാറ്റർ ഉപയോഗിച്ച് വിശദീകരിക്കാൻ പ്രയാസമാണ്. എന്നാൽ SIDMൽ സ്വാഭാവികമായി ഇത് സംഭവിക്കുന്നു. ഈ പ്രതിഭാസങ്ങൾ SIDMന്റെ സാന്ദ്രമായ ശേഖരങ്ങൾ വഴി സ്വാഭാവികമായി വിശദീകരിക്കപ്പെടുന്നു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരേ മെക്കാനിസം 3 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നതാണ്. വിദൂര പ്രപഞ്ചത്തിൽ, നമ്മുടെ ഗാലക്സിയിൽ, അടുത്തുള്ള ഒരു ഉപഗ്രഹ ഗാലക്സിയിൽ. SIDMനെക്കുറിച്ചുള്ള കൂടുതൽ കണ്ടെത്തലുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഈ പഠനം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയിൽ ഒരു വഴിത്തിരിവാകും.